സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായ ഇടുക്കിയിലെ വണ്ടിപ്പെരിയാറിൽ നിന്നും സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണിയായ ഏലത്തിന്റെ 16 വെറൈറ്റികളാണ് കർഷകനും ഗവേഷകനുമായ സതീഷ് എരുമത്തടത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. അമിതമായ രാസവള പ്രയോഗം മണ്ണിനെയും മനുഷ്യനെയും പ്രകൃതിയെയും വേട്ടയാടുമ്പോൾ ജൈവികമായ കൃഷിരീതികൾ കൊണ്ട് ഏലം കർഷകർക്ക് ഒരു മാതൃക കാട്ടുകയാണ് വണ്ടിപ്പെരിയാർ കറുപ്പുവാലം സ്വദേശി സതീഷ്. അനുദിനം ചിലവ് വർദ്ധിച്ചു വരുന്ന ഏലകർഷകർക്ക് ചിലവ് ചുരുക്കാനും ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും ആവശ്യമായ നിരവധി ഘടകങ്ങളാണ് ഈ കർഷകൻ പരീക്ഷിച്ച് വിജയിച്ചത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഈ കൊച്ചു കർഷകനെ തേടി വണ്ടിപ്പെരിയാറിൽ ആളുകൾ എത്താറുണ്ട്. സതീശന്റെ ഏലച്ചെടികളെക്കുറിച്ച് ഇടുക്കി പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിൽ ഗവേഷണങ്ങൾ നടന്നു വരികയാണ്. നമ്മൾ 14 വെറൈറ്റി നമ്മുടെ പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വന്നവർ എടുത്തിട്ടുണ്ട്, നമ്മുടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ 5 വെറൈറ്റീസ് പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രം പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അതിപ്പം അടുത്ത വർഷം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷമായിട്ട് തന്നെ അവർ സ്റ്റഡി ചെയ്ത് അത് പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇതിലോട്ട് വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കർഷകർ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്നാന്ന് ഈ ഏലത്തിനകത്ത് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ തട്ടയ്ക്ക് ഓവറായിട്ടുള്ള വണ്ണവും ഇത് അമിതമായിട്ട് ഹൈറ്റ് കയറുന്നതും ഒക്കെയാണ് കർഷകർ അമിതമായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഏലത്തിനുള്ള ടൈം നോക്കി നമ്മുടെ ഏലത്തെ പോകും. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഈൽഡ് നമ്മുടെ കർഷകർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അമിതമായിട്ടുള്ള വളവും അമിതമായിട്ടുള്ള കെമിക്കലും നമ്മൾ അങ്ങനെയുള്ള ഏലച്ചെടികൾ കൊടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ഒരു ചേഞ്ച് വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ വെറൈറ്റീസ് തിരിക്കാൻ നോക്കിയത്. അങ്ങനെ നമ്മൾ 10 വർഷമായിട്ട് പഠിച്ചിട്ടാണ് ഇത്രയും വെറൈറ്റീസ് നമ്മുടെ തോട്ടത്തിൽ തന്നെ ഇപ്പോൾ ആവറേജ് കിടക്കുമ്പോൾ നമുക്ക് അറിയാം പുതിയ വെറൈറ്റീസുകൾ കിടക്കുന്നത്. അതിപ്പോൾ ഈ മാസം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 3-ാം തീയതി ചെടിയെ കിടക്കുന്ന കായാണ്. അതായത് നമ്മൾ മരുന്നടിക്കാതെ കെമിക്കൽ അടിക്കാതെ കിടക്കുന്ന കായാണ് നമ്മുടെ ഈ കിടക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ കർഷകർക്ക് കെമിക്കൽ അടിച്ചില്ലെങ്കിലും നമ്മുടെ സാധാരണ ഏലകൃഷി നമുക്ക് ചെയ്യാവുന്ന കേസുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്നാണ് മാർക്കറ്റ് നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. അതുപോലെ ഇന്ത്യൻ മാർക്കറ്റിനെ അപേക്ഷിച്ച് നമ്മുടെ വെളിയിലുള്ള മാർക്കറ്റിൽ അവർക്ക് നമ്മൾ കെമിക്കൽ അടിക്കാത്ത കാകൾ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് എപ്പോഴും നിൽക്കും. പിന്നെ രണ്ടാമത്തെ കാര്യമാണെങ്കിൽ നമ്മൾ ഒരു 7 രാജ്യങ്ങളോടെ നമ്മളിപ്പം ഏലം കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണ് ക്വാളിറ്റിയിൽ ഇപ്പോൾ അവർ ഇറക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. കാരണം അവർ പുതിയ മാർക്കറ്റ് ഉണ്ട്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ പിടിച്ച് നിൽക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതൊരു വെസ്റ്റേൺ കാർഡ്സ് എന്ന് പറയുന്നൊരു കണക്റ്റാണ് നമ്മുടെ ഇപ്പോൾ ഈ വണ്ടിപ്പെരിയാർ തൊട്ട് ഇടുക്കിയല്ല അങ്ങനെ കിടക്കുന്നത്. ഈ വെസ്റ്റേൺ കാർഡ്സിൽ കിടക്കുന്നതിനകത്തുകൊണ്ട് നമ്മളറിയാതെ തന്നെ പല മൂലങ്ങൾ ഈ അന്തരീക്ഷത്തിൽ നിന്നും മണ്ണിൽ നിന്നൊക്കെ നമ്മുടെ ഈ ഏലച്ചെടികൾ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഈ ഏലക്കായ്ക്ക് ഭയങ്കര ക്വാളിറ്റി കൂടുതലാണ്. സാധാരണ മറ്റുള്ള രാജ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കാളും ക്വാളിറ്റി നമ്മുടെ ഏലക്കായ്ക്ക് കൂടുതലാണ്. പക്ഷെ നമ്മൾ ഈ അമിതമായിട്ട് കെമിക്കൽ അടിക്കുമ്പോഴെന്നുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു ചീത്തപ്പേര് വന്നത്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് മാറണം. കാരണം നെക്സ്റ്റ് ജനറേഷൻ ഇത് ബാധിക്കാൻ തുടങ്ങി. കാരണം നമ്മളിപ്പോൾ പൊതുവെ നമ്മുടെ ഇപ്പോൾ പുഴയിലൊക്കെ നേരത്തെ മീനുണ്ടായിരുന്നു. നമ്മൾ കുഞ്ഞിലേക്ക് പോയി ആറ്റി ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ മീനുണ്ടായിരുന്നു. ഇപ്പോൾ ആറ്റി മീനില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്നതിൻ്റെ അളവ് ചേർന്നതിന് ശേഷമാണ് നമുക്കിപ്പം ഈ മീൻ പോലും കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത്രത്തോളം നമ്മുടെ ചെറിയ പിള്ളേർ ജനറേഷൻ ഇത് ബാധിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പതുക്കെ ജനങ്ങളോട് ഇത് പഠിപ്പിച്ച് ജനങ്ങളെ കൊണ്ട് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് പതുക്കെ മാറ്റിക്കൊണ്ടുവന്ന 4-5 വർഷങ്ങൾ കൊണ്ട് നമുക്ക് വലിയ കെമിക്കലൊന്നും ഉപയോഗിക്കാം. ഇടുക്കിയുടെ സാമ്പത്തിക സ്രോതസ്സിൽ തന്നെ നിർണായകമായ പങ്കുവഹിക്കുന്ന ഏലത്തിന് ഇങ്ങനെയൊരു മാറ്റം സംഭവിക്കുമ്പോൾ കർഷകനും അതിൻ്റെ നേട്ടം ഉണ്ടാകണം. അശാസ്ത്രീയമായി ഏലത്തിന്റെ വില വൻകിട മുതലാളിമാർ നിയന്ത്രിക്കുമ്പോൾ പലപ്പോഴും പാവം പിടിച്ച കർഷകനാണ് അതിന്റെ ക്ഷീണം ഉണ്ടാകുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ട്. പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പല ആൾക്കാരും ഞാനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുണ്ട്, അമേരിക്കയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് നമ്മുടെ ചെടിയെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് തരാമെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കൃഷിയും നമ്മൾ ചെയ്യുന്ന കൃഷിയിൽ നിന്നും പഠിക്കാനായിട്ട് പല ആൾക്കാരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. പല ആൾക്കാരും നമ്മൾ ബന്ധപ്പെട്ട് പലരും നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അതുപോലെ നമ്മൾ ഈ ചെടിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് കഴിച്ച് നോക്കി അറിയാം, ഓരോ ചെടിക്കും ഓരോ രുചിയായിരിക്കും. അപ്പോൾ അതൊരു പുതിയൊരു മാർക്കറ്റ് ആകാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഈ കർഷകർക്ക് അങ്ങനെയുള്ള ചെടികളെ എടുത്തിട്ട് നമ്മുടെ കർഷകരിൽ കൊടുത്തിട്ട് നമ്മളത് തിരിച്ച് എടുത്തിട്ട് നമ്മൾ നല്ല വിലയ്ക്ക് കിട്ടുന്ന വിലയ്ക്ക് തന്നെ അവർക്ക് നല്ല ഒരു പുതിയൊരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കണം. കർഷകർക്ക് നല്ലൊരു പൈസയും കിട്ടും. അതിനുവേണ്ടി ഞാൻ ഒത്തിരി ശ്രമിക്കൊരു 4-5 വർഷം കൊണ്ട് കർഷകരെല്ലാം കൂടി പഠിപ്പിച്ച് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകണം. അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ പഴയ കാരണവന്മാരൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ആ സിസ്റ്റം കുറച്ച് മാറി. പക്ഷെ അതൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഈ സാധാരണ ഏലച്ചെടിയിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. കാരണം ആ ചെടിക്ക് ഞാൻ പറഞ്ഞ പോലെ വണ്ണം വയ്ക്കും, അമിതമായിട്ട് വെള്ളം വലിക്കും. അപ്പോൾ അത് വളർച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഇത് കായിലോട്ട് വരത്തില്ല. അപ്പോൾ നമുക്ക് കായാണ് കർഷകർക്ക് കൂടുതലായിട്ട് വേണ്ടത്. അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ തിരിച്ച് ഇതിൻ്റെ ഹൈറ്റ് കുറച്ചു, വണ്ണം കുറച്ചു, ഹാർഡ്നെസ് കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ കീടങ്ങൾ അറ്റാക്കിങ് കുറയും.
ഇപ്പോൾ തന്നെ നമ്മൾ ചെടിയെ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ തട്ടിയാൽ നമുക്കറിയാം. ഇത് കണ്ടില്ലേ, ഇതിനകത്ത് ഒന്നും വലിയ കീടങ്ങൾ കുത്തി കയറത്തില്ല. അതുകൊണ്ട് നമുക്ക് തണ്ടുവരപ്പിന് അടിക്കുന്ന മരുന്നുകളുടെ അളവൊന്നും കൂടുതലായിട്ട് നമ്മുടെ ഈ ചെടികളിൽ വേണ്ട. അതുപോലെ ശരത്തേലാണെങ്കിൽ നമ്മൾ സാധാരണ കർഷകർ നേരിടുന്നതെന്ന് പറഞ്ഞാൽ ഈ ശരത്തെ കുത്തുന്നൊക്കെ പറയും. ഇത് കണ്ടില്ലേ, ശരത്തെ കുത്തുന്നത്, ഈ തുമ്പ് കുത്തുന്നതിൻ്റെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുമ്പ് നമ്മൾ കുത്തും, സാധാരണ ശരത്തെ കുത്തും. നമ്മുടെ ഇതിനകത്ത് സാധാരണ ചെടികളെ അപേക്ഷിച്ച് നമ്മുടെ ചെടിക്ക് അഥവാ കുത്തിയാലും കുറച്ചൊക്കെ കുത്തുള്ളൂ. അത് നമ്മളെ കർഷകരെ കൂടുതലായിട്ട് ബാധിക്കില്ല. ഇതും പറഞ്ഞ് ഓവറായിട്ട് കെമിക്കലിൻ്റെ ആവശ്യമില്ല. ആരാലും നിയന്ത്രിക്കപ്പെടാൻ കഴിയാത്ത, കർഷകന് മതിയായ വില ലഭിക്കുന്ന, ശുദ്ധമായ ഏലക്ക നൽകാൻ സാധിക്കുന്ന ഒരു പുതിയ ആഗോള മാർക്കറ്റ് എന്ന ലക്ഷ്യമാണ് കർഷകനായ സതീശിന് ഉള്ളത്. ഈ കർഷകന്റെ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് ഉപകരിക്കട്ടെ. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.